നമസ്കാരം. മോഡേൺ ഇന്ത്യയുടെ മറ്റൊരു സെഷനിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രാജാ റാംമോഹൻ റായിയുടെ ബ്രഹ്മസമാജത്തിൻ്റെ ഒരു ഇവല്യൂഷനാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് നമ്മളൊന്ന് നോക്കി കണ്ടത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് പ്രസിദ്ധരായിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള വ്യക്തിമുദ്രകൾ നവോത്ഥാന മണ്ഡലത്തിൽ ചാർത്തിയിട്ടുള്ള കുറച്ച് സ്ത്രീകളെക്കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം, നമ്മുടെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ അന്നത്തെ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ശിശുവിവാഹം ആയാലും, അതുപോലെ തന്നെ വിധവകളുടെ കാര്യമായാലും, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളായാലും, പർദാ സിസ്റ്റം ആയാലും, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ രൂക്ഷമായിട്ട് ഈ സാമൂഹികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ അനുഭവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന വളരെ അതുല്യരായിട്ടുള്ള ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇവിടെ നോക്കിക്കാണുന്നത് ദിസ് ഈസ് സാവിത്രിബായി ഫൂലെ. ഇവരുടെ ഈ ഒരു പൊട്ട് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. സാവിത്രിബായി ഫൂലെക്കുറിച്ച് പറയുമ്പോൾ സാവിത്രിബായി ഫൂലെ വെസ്റ്റേൺ ഇന്ത്യയിലെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ കമ്പാനിയനായിരുന്നു, ഭാര്യയായിരുന്നു. മറ്റാരുമല്ല, ജ്യോതിബ ഫൂലെ. ജ്യോതിബ ഫൂലെയും സാവിത്രിബായി ഫൂലെയും വെസ്റ്റേൺ ഇന്ത്യയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സാമൂഹിക പ്രശ്നങ്ങളോടും, പ്രത്യേകിച്ചും ജാതിപരമായുള്ള അസമത്വങ്ങൾ, അൺടച്ചബിലിറ്റി, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പിന്നോക്കാവസ്ഥ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് അയക്കേണ്ട ഒരു ആവശ്യകത, ഈ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വ്യക്തമായിട്ട് ഇടപെടുകയും വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു നവോത്ഥാനത്തിൽ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ ഏത് പ്ലേസിൽ നിന്നാണ് വരുന്നത്, വെസ്റ്റേൺ ഇന്ത്യയാണോ, അല്ലെങ്കിൽ കൽക്കത്തയാണോ, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയാണോ എന്നുള്ള ഒരു ഒന്നാമത്തെ ധാരണ നമുക്ക് വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സാവിത്രിബായി ഫൂലെയിലേക്ക് വരികയാണെങ്കിൽ ഇവരുടെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് നമുക്ക് പറയുന്നത് ഈ ഫൂലെ കപ്പിൾസ്, ഭാര്യയും ഭർത്താവും ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വിദ്യാലയം സ്ഥാപിക്കുന്നു. 1848 1848 വെസ്റ്റേൺ ഇന്ത്യയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടൊരു വിദ്യാലയം സ്ഥാപിക്കുന്നു. ഇത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ഇവൻ്റായിട്ട് മാറുന്നുണ്ട്. നമ്മുടെ ചരിത്രത്തെയൊക്കെ, നമ്മുടെ ഇന്ത്യയുടെ തന്നെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ഒരു മൈൽ സ്റ്റോൺ ഇവൻ്റാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്, 1848. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഫീമെയിൽ ടീച്ചർ എന്നൊക്കെ വിളിക്കാവുന്ന സ്ത്രീ കൂടിയാണ് സാവിത്രിബായി ഫൂലെ. ഈ സാവിത്രിബായി ഫൂലെയുടെ കൂടെയുള്ളത് അവരുടെ അടുത്ത സുഹൃത്തും ഫൂലെ കപ്പിൾസിന് പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം വലിയ സഹായം നൽകിയിരുന്നത് ഫാത്തിമ ഷേഖിൻ്റെ കുടുംബമാണ്. അപ്പോൾ ഈ ഫാത്തിമ ഷേഖാണ് ഈ ഫോട്ടോയിൽ കാണുന്നത്. സാവിത്രിബായി ഫൂലെ പോലെ തന്നെ ഫാത്തിമ ഷേഖും ഇതുപോലെ ഒരു അധ്യാപികയായിട്ട് മാറുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ജ്യോതിബ ഫൂലെയുടെ മരണശേഷം വെസ്റ്റേൺ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ സ്കൂളുകൾ ആരംഭിക്കുന്നുണ്ട്. സ്കൂളുകൾ ആരംഭിക്കുക മാത്രമല്ല, നിങ്ങൾ ആലോചിക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ സ്കൂൾ തൊട്ട് പറഞ്ഞയക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു സോഷ്യൽ ടാബുമായിട്ട്, എന്തോ വലിയ പാതകമായിട്ട് കരുതിയിരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് കൺസർവേറ്റീവായിട്ടുള്ള സൊസൈറ്റിയുടെയും അതുപോലെ തന്നെ മത പുരോഹിതന്മാരുടെയൊക്കെ വലിയ എതിർപ്പിനെ നേരിട്ടുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇത്തരം കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, മറിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ചും വിധവകളായിട്ട് മാറിയിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള പെൺകുട്ടികൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അശരണരായിട്ടുള്ള, ഹെൽപ്ലെസ് ആയിട്ടുള്ള മറ്റ് ജനങ്ങൾ, ഇവർക്കൊക്കെ വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ജ്യോതിബ ഫൂലെയും അതുപോലെ തന്നെ സാവിത്രിബായി ഫൂലെയും ഫാത്തിമ ഷേഖും ഒക്കെ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിട്ടുകളയാൻ പറ്റാത്തൊരു പേരാണ്, ഒരു സാന്നിധ്യമാണ് സാവിത്രിബായി ഫൂലെ. ഇവരുടെ ഒരു കാവ്യ സമാഹാരമുണ്ട്, അതിൻ്റെ പേര് കാവ്യ ഫൂലെ എന്നാണ്. ജനുവരി 3 അവർ ജനിക്കുന്നത്. സ്വാഭാവികമായിട്ടും ജ്യോതിബ ഫൂലെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ്, സത്യശോധക് സമാജ് എന്നറിയപ്പെടുന്ന 1873 സ്ഥാപിക്കുന്ന മൂവ്മെൻറ്റ് വളരെ പ്രസിദ്ധമാണ്. അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട്, അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നു നിൽക്കുന്ന സമൂഹം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി, പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള, പോരാടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ നമുക്ക് ഈ സത്യശോധക് സമാജ് എന്നറിയപ്പെടുന്ന ഈ മൂവ്മെൻറ്റ് കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം.
1873 സ്ഥാപിക്കുന്നത്. 1873-75 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ, മോഡേൺ ഇന്ത്യയിൽ ഒരുപാട് സംഘടനകൾ വരുന്നുണ്ട്. 1875 ദയാനന്ദ സരസ്വതിയുടെ ആര്യ സമാജമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കൊല്ലം ഓർത്ത് വയ്ക്കണം, 1873.